Good morning. So in the replication process, we noticed that during the replication, one strand is newly synthesized, the other strand is that of parental DNA. DNA replication പുതുതായി ഉണ്ടായ ഡോട്ടർ ഡി എൻ എയിൽ ഒരു സ്ട്രാൻഡാണ് പുതുതായിട്ടുണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ സ്ട്രാൻഡ് പേരന്റിന്റെ അതേ സ്ട്രാൻഡ് തന്നെയാണ്. ഇവിടെ 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിലുള്ള സ്ട്രാൻഡ് പുതുതായിട്ടുണ്ടായിട്ടുള്ളൂ. 3 പ്രൈം 5 പ്രൈമിലുള്ളത് പേരന്റിന്റെ സ്ട്രാൻഡ് തന്നെയാണ്. ഇവിടെ നേരെ തിരിച്ചു, 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിലുള്ളത് പേരന്റിൻ്റെതും 3 പ്രൈം 5 പ്രൈം ഡയറക്ഷനിലുള്ളത് പുതുതായി ഉണ്ടായത്. സോ ഡ്യൂറിങ് റെപ്ലിക്കേഷൻ only one strand is newly synthesized and other strand is that of parent. Or during replication, one parental strand is conserved in daughter DNA. പുതുതായി ഉണ്ടായ ഡി എൻ എക്ക് നമുക്ക് ഡോട്ടർ ഡി എൻ എ എന്ന് പറയാം. ആ ഡോട്ടർ ഡി എൻ എ സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡ് പാരന്റിന്റെ തന്നെ റിസർവ് ചെയ്ത് വെച്ചേക്കുക, കൺസർവ് ചെയ്ത് വെച്ചേക്കാണ്. സോ ദി റെപ്ലിക്കേഷൻ പ്രോസസ് ഈസ് കോൾഡ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. അതുകൊണ്ട് റെപ്ലിക്കേഷൻ എന്ത് പറയും? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയും. സോ ദി നെക്സ്റ്റ് topic we are discussing is the semi-conservative replication. Semi-conservative replication. ഇപ്പൊ എന്താണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഇതാണ് പാരന്റ് ഡി എൻ എ. ദിസ് ഈസ് പാരന്റൽ ഡി എൻ എ. ആ പാരന്റൽ ഡി എൻ എന്ന് 2 ഡോട്ടർ ഡി എൻ എസ് ഫോം ചെയ്തു. ഈ ഡോട്ടർ ഡി എൻ എ പുതുതായി ഉണ്ടായ ഡി എൻ എ സ്ട്രാൻഡ് നോക്കിയാൽ അതിൽ ഒരു സ്ട്രാൻഡ് പാരന്റിന്റെ തന്നെയാണ്, ഒരു സ്ട്രാൻഡേ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പകുതിയെ പുതുതായിട്ടുണ്ടാവുള്ളൂ, പകുതി പാരന്റിന്റെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റെപ്ലിക്കേഷന് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയാം. ദിസ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഈസ് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ബൈ 2 scientists. They are the Michelson and Stahl. Matthew Michelson and Franklin Stahl experimentally proved the semi-conservative mode of replication. ആരൊക്കെയാണ് 2 സയന്റിസ്റ്റ്? ഷോർട്ടാക്കിയിട്ട് പറയാം നമുക്ക്. ആരാ? വൺ ഈസ് മീസെൽസൺ, സെക്കൻഡ് ആരാ? സ്റ്റാൾ, STAHL. സോ മീസെൽസൺ ആൻഡ് സ്റ്റാൾ in 1958 experimentally proved the semi-conservative replication. So in the experiment, firstly, Michelson and Stahl grew equally. They cultured equally. They cultured the bacteria equally in a medium of ammonium chloride. But in that ammonium chloride, the nitrogen is the heavy isotope of nitrogen. So N15 containing ammonium chloride. Thus
Michelson and Stoll cultured E. coli in a medium containing heavy isotope of the nitrogen, that is N15. Thus, in this medium, the bacteria produce colonies by multiplication. During that multiplication, they synthesized their DNA and other nitrogen containing compounds by using the heavy nitrogen instead of the normal nitrogen. ഇങ്ങനെ ഹെവി ഐസോട്ടോപ്പ് ആയിട്ടുള്ള നൈട്രജൻ അടങ്ങിയ മീഡിയത്തിൽ ഈ കൊളിയെ വളർത്തിയപ്പോൾ അവ സെൽ ഡിവിഷനിലൂടെ പുതിയ ബാക്ടീരിയകൾ ഫോം ചെയ്തപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനൊക്കെ ഈ മീഡിയത്തിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക. അങ്ങനെ അബ്സോർബ് ചെയ്യാൻ കിട്ടുന്ന നൈട്രജനൊക്കെ ഹെവി നൈട്രജനാണ്. അതുകൊണ്ട് നൈട്രജൻ അടങ്ങിയ ഏതൊക്കെ കോമ്പൗണ്ട് ഡോട്ടർ ബാക്ടീരിയ സെൽസിൽ ഡെവലപ്പ് ചെയ്തു അതൊക്കെ ഹെവി നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ട്സ് ആയിരുന്നു. Thus, the DNA developed in the E. coli by culturing in this medium became heavy DNA. അതുകൊണ്ട് ഇവരുടെ DNA-യും ഹെവി ആയിട്ട് മാറി. This heavy DNA can be separated from the normal DNA by a process called cesium chloride density gradient centrifugation. Such very small weight difference or density difference can be detected by a process called cesium chloride density gradient centrifugation. In this method, the centrifuge possesses different colored bands at a different area. By noting the area and also the color, we can distinguish the different density containing small molecules. Thus, by centrifuging with cesium chloride density gradient, Michelson and Stoll noticed that the DNA is heavy, or the DNA formed is heavy DNA. But density gradient cesium chloride centrifugation-ലൂടെ ഈ NH4Cl ഹെവി നൈട്രജൻ അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയ ഈ കൊളിയുടെ DNA-യും ഹെവിയാണ് എന്നവര് കണ്ടെത്തി. അതെങ്ങനെയാ കണ്ടെത്തിയത്? ബൈ സെൻട്രിഫ്യൂഗേഷൻ ഇൻ cesium chloride ഡെൻസിറ്റി ഗ്രേഡിയന്റ്. എങ്ങനെ കണ്ടുപിടിക്കുക? cesium chloride ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. മറക്കരുത്, ചോദിക്കും ചിലപ്പം പരീക്ഷക്ക്. ഇതിലൂടെയാണ് ഇത്രയും ചെറിയ ഡിഫറൻസുകൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ കൊളിയെ ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ അടങ്ങിയ മീഡിയത്തിൽ വളർത്തി. ആ മീഡിയാണ് അമോണിയം ക്ലോറൈഡ്. അതിലെ നൈട്രജൻ ഹെവി ഐസോട്ടോപ്പാണ്. ആ ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജന്റെ പ്രത്യേകത അതിന് റേഡിയേഷൻ ഉണ്ടാവില്ല, വെയിറ്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. റേഡിയോ ഐസോട്ടോപ്പ് അല്ല. അങ്ങനെ അതിൽ വളർത്തിയിട്ട് അതിൽ നിന്ന് ഈ കൊളിയെ കളക്ട് ചെയ്തു. അവരിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ DNA-യുടെ വെയിറ്റ് നോക്കുകയാണ്. ആ DNA-യുടെ വെയിറ്റ് cesium chloride ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ചിട്ട് നോക്കി. അന്നേരം അത് ഹെവി DNA ആണ് എന്ന് കണ്ടെത്തി. Then in the second step, they again cultured the E. coli
in a medium containing the normal nitrogen N14 അടങ്ങിയ അമോണിയം ക്ലോറൈഡില് ഈ ഹെവി DNA ഉള്ള ഈ കോളികളെ വളർത്തി. ഓർ they transferred some E. coli from the heavy medium into light medium. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എന്തുകൊണ്ടാണോ ഇവ ഹെവി ആയത് അതുപോലെ ഇവിടെ ഇനി പുതിയ ഈ കോളികൾക്ക് അവയുടെ നൈട്രജൻ കോമ്പൗണ്ടുകൾ സിന്തസിസ് ചെയ്യാനുള്ള നൈട്രജൻ ഏതാ? നോർമൽ നൈട്രജനാ. അതുകൊണ്ട് ഇനി ഇവരുടെ ഡോട്ടർ സെൽസിലൊക്കെ ലൈറ്റ് നൈട്രജനെ ആയിരിക്കും കാണാം, അല്ലേ? യെസ്. Thus, in the second step, they transferred some E. coli from the heavy medium into light medium. And in the third step, the E. coli is collected from this light medium at specific intervals. Then from them the DNA is extracted and its density is measured by using cesium chloride density gradient centrifugation. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ലൈറ്റ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഈ കോളിയെ സ്പെസിഫിക് ടൈം ഇന്റർവെൽ കളക്ട് ചെയ്യും. എന്നിട്ട് അവയിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആ DNA സീസിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനിലൂടെ അവയുടെ ഡെൻസിറ്റി മെഷർ ചെയ്യുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. Thus, firstly, they collected E. coli from this light medium after 20 minutes. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഈ കോളി കളക്ട് ചെയ്തു. എന്താ അവിടെ 20 മിനിറ്റിന്റെ പ്രത്യേകത? എന്താ പ്രത്യേകത? യെസ്, 20 മിനിറ്റിലാണ് ഈ കോളി ഡിവൈഡ് ചെയ്യുക. സോ ആഫ്റ്റർ 20 minutes, the first generation of E. coli were developed. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ജനറേഷൻ ഉണ്ടായി, അല്ലേ? Thus, after 20 minutes, or they collected the first generation. From them, DNA is extracted and its density is measured by centrifugation. എന്ത് കിട്ടും? They got a DNA and that DNA is intermediate density. They got an intermediate DNA. The DNA is not heavy, DNA is not light, but in between the light and heavy, it is called intermediate DNA. This DNA is also called hybrid DNA, intermediate DNA or hybrid DNA, because one strand of this DNA is heavy and the other strand is light. 20 മിനിറ്റ് കഴിഞ്ഞ് ഈ കോളിയെ കളക്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ജനറേഷൻ ഉണ്ടായതാ, അല്ലെ? ആ ആദ്യത്തെ ജനറേഷനിലെ ഈ കോളിയാണ് അപ്പം കളക്ട് ചെയ്യണത്. എന്നിട്ട് അവയുടെ DNA എടുത്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഡെൻസിറ്റി നോക്കിയപ്പോൾ ഹെവി അല്ല, ലൈറ്റും അല്ല, രണ്ടിൻ്റെയും ഇടയിലാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി പുതുതായി ഉണ്ടായ ഈ കോളിയിലെ DNA-യുടെ ഒരു സ്ട്രാൻഡ് പാരന്റിന്റെ ഹെവി സ്ട്രാൻഡ് ആണെന്നും എന്നാൽ രണ്ടാമത്തെ സ്ട്രാൻഡ് മാത്രമാണ് ലൈറ്റ് നൈട്രജൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പുതിയ സ്ട്രാൻഡ് എന്നും മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് വെയിറ്റ് കിട്ടിയത്.
ക്ലിയർ ആയോ? അതിന്റെ ചിത്രം ഇനി ഞാൻ ഇവിടെ കാണിക്കും. ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടത് മനസ്സിലാവും. Then after 40 minutes they collected E. coli. ഇപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് E. coli കളക്ട് ചെയ്തു. ആ E. coliയുടെ പ്രത്യേകത എന്തായിരിക്കും? എത്രാമത്തെ ജനറേഷനാ? യെസ്, സെക്കൻഡ് ജനറേഷൻ, രണ്ടാമത്തെ ജനറേഷനാ അല്ലേ? When they collected the E. coli after 40 minutes and extracted the DNA, and when it is treated with the cesium chloride density gradient centrifugation, they got 2 types of DNA. They got intermediate DNA and light DNA. 40 മിനിറ്റ് കഴിഞ്ഞ് ഈ കോളിയെ കളക്ട് ചെയ്ത് DNA എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ഡെൻസിറ്റി നോക്കിയപ്പോൾ അതിൽ 2 തരം DNA കണ്ടു. ഇന്റർമീഡിയറ്റ് DNA ഉണ്ട്, പിന്നെ ലൈറ്റ് DNA ഉണ്ട്. This intermediate and light DNA have the same amount. രണ്ടിൻ്റെയും എമൗണ്ട് സെയിമുമാണ്. ഇതാണ് 40 മിനിറ്റ് കഴിഞ്ഞപ്പം കിട്ടിയത്. അപ്പൊ ഇതെന്തുകൊണ്ട്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് DNA കിട്ടിയത്? It can be very easily denoted by the picture. When they cultured E. coli in the medium containing heavy isotope of nitrogen, the 2 strands of DNA became heavy. So this is heavy DNA. ഹെവി DNA ആ കിട്ടിയത്. ഒരു റെഡ് കളർ ഡെവലപ്പ് ചെയ്തപ്പം അത് ഹെവി DNA ആണ് എന്ന് അവർക്ക് മനസ്സിലായി. Then in the second step, after 20 minutes, the first generation is collected and measured the density and it is intermediate. ഇനി ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത രണ്ടാമത്തതില് ഇന്റർമീഡിയറ്റ് DNA കിട്ടിയത്. അതിന് കാരണം ഇതിന് 2 DNA ഉണ്ടാവും അല്ലേ? നേരത്തെ പഠിച്ച റെപ്ലിക്കേഷൻ ഓർമ്മ വരണം, റെപ്ലിക്കേഷൻ ഫോർക്കൊക്കെ. അപ്പൊ ഈ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ആവും, എന്നിട്ട് രണ്ടും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൽ ഏത് നൈട്രജൻ ബേസുകളാണ് ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈട്രജൻ ബേസ് അടങ്ങിയ ന്യൂക്ലിയോടൈഡുകളെ സെലക്ട് ചെയ്ത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കും. പക്ഷേ ആ നൈട്രജൻ ബേസുകളുടെ നൈട്രജൻ ലൈറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഹെവിന്ന് ലൈറ്റിലേക്ക് അവയെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ സെപ്പറേറ്റ് ആവും വരാം. നമ്മളിവിടെ ഇതിന്റെ ഫോർക്കായിട്ട് വരക്കുക കേട്ടോ. ഫോർക്കായിട്ട് വരക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഡോട്ടർ ബാക്ടീരിയ അല്ലെങ്കിൽ E. coli ഫോം ചെയ്യുമ്പോൾ ആദ്യം സിന്തറ്റിക് ഫേസിൽ ഈ ഫോർക്കുകൾ ഡെവലപ്പ് ചെയ്യും. എപ്പോഴാണ് യൂകാരിയോട്സിൽ റെപ്ലിക്കേഷൻ നടക്കുക? ഡ്യൂറിങ് ദി എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. അത് ഓർമ്മയിൽ വേണം. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സെൽ ഡിവിഷൻ പഠിച്ചതാ, അപ്പോഴാണ് സെൽ സൈക്കിൾ പഠിച്ചത്. അതിലെ എസ് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുക. ഇപ്പൊ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർക്ക് ഫോം ചെയ്തു. ഇനി പുതിയ സ്ട്രാൻഡ് ഇവിടെയാണ് ഡെവലപ്പ് ചെയ്യുക. ഇനിയുള്ള നൈട്രജൻ ബേസുകൾ ഏതാ? ലൈറ്റ് ആണ്. അതുകൊണ്ട് ആ ലൈറ്റിനെ നമുക്ക് ബ്ലാക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. രണ്ടായി. Thus, in the first generation, the E. coli possess a DNA
with one strand heavy. One strand is heavy and the other strand is light. രണ്ടാമത്തത് ഫോം ചെയ്തപ്പോൾ ഒരു സ്ട്രാൻഡ് ഹെവിയാണ്, മറ്റേ സ്ട്രാൻഡ് ലൈറ്റും ആണ്. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് DNA അവർക്ക് കിട്ടിയത്. ഇനി ഇതിനൊരു സ്ട്രാൻഡും കൂടെ ഉണ്ടാവും അല്ലേ, ദി സെക്കൻഡ് സ്ട്രാൻഡ്. ക്ലിയർ ആയോ അല്ലേ? ഇപ്പൊ ഇതിനകത്ത് ഒരു സ്ട്രാൻഡ് റെഡ് കളറാ, ഹെവിയാ, മറ്റേ സ്ട്രാൻഡ് ബ്ലാക്ക് കളറാ, ലൈറ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഒന്ന് ലൈറ്റ് ആയത്? ഇവരിപ്പോ വളർത്തിയത് നോർമൽ നൈട്രജൻ അടങ്ങിയ മീഡിയത്തിലാ, ലൈറ്റ് നൈട്രജൻ മീഡിയത്തിലാ വളർത്തിയത്. അതുകൊണ്ട് പുതുതായി ഉണ്ടായ DNA-യില് ഒരു സ്ട്രാൻഡ് പാരന്റിന്റെ തന്നെയാണ്, ഒരു സ്ട്രാൻഡ് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹൈബ്രിഡ് DNA സ്ട്രാൻഡുകൾ ലഭിച്ചത്. അപ്പൊ ഇവിടെ ഡോട്ടർ DNA-യില് പാരന്റിന്റെ ഒരു സ്ട്രാൻഡ് കൺസർവ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയുക. ഇനി അടുത്ത 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 20 മിനിറ്റ് എന്ന് വെച്ചാല് 40 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഈ കോളിയെ കളക്ട് ചെയ്തു, DNA എക്സ്ട്രാക്ട് ചെയ്തു. ആ DNA-യുടെ ഡെൻസിറ്റി നോക്കുമ്പോൾ എന്താ കിട്ടിയത്? 2 തരം കിട്ടി, ഇന്റർമീഡിയറ്റും കിട്ടി, ലൈറ്റും കിട്ടി. അതെങ്ങനെയാണ് എന്ന് ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ? ഇനിയുള്ള മീഡിയത്തിൽ ഏത് നൈട്രജൻ ഉള്ളത്? ലൈറ്റ് നൈട്രജൻ അല്ലേ? അതുകൊണ്ട് ഇവിടെ ഇതിന്നു 2 ഈക്വളി ഉണ്ടാവും, ഇതിന്ന് 2 ഈക്വളി ഉണ്ടാവും. ഇതിലെ ഒരു സ്ട്രാൻഡ് ഹെവി സ്ട്രാൻഡ് ആണ്, അതുകൊണ്ട് ആ ഹെവി സ്ട്രാൻഡ് അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് ഒരു സ്ട്രാൻഡ്. ഇതിന്ന് പുതുതായിട്ട് ഉണ്ടാവുന്ന സ്ട്രാൻഡ് വീണ്ടും ലൈറ്റ് സ്ട്രാൻഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഇന്റർമീഡിയറ്റ് അല്ലേ? ഇനി അടുത്ത സ്ട്രാൻഡ് ഏതാ? ഇവിടെ ബ്ലാക്ക് ലൈറ്റ് സ്ട്രാൻഡാ. ആ ലൈറ്റ് സ്ട്രാൻഡ് ഇനിയും ഉണ്ടാവുന്നത് ലൈറ്റ് സ്ട്രാൻഡ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ലൈറ്റ് സ്ട്രാൻഡ് ആയി. ഇനി ഇതേപോലെ ഇവിടെ ഉണ്ടാവില്ലേ ഒരെണ്ണം ലൈറ്റ് സ്ട്രാൻഡ്. ഇനി ഇവിടുത്തതാ ഒരെണ്ണം ഹെവിയാണ്. സോ ദിസ് ഈസ് ദി ഫോർത്ത് വൺ. Clear? Thus, after 40 minutes, they got 2 types, 2 intermediate and 2 light. Got 2 types, intermediate and light, and their amount is equal to intermediate and to light. So from this, Michelson and Stahl proved the replication is semi-conservative. Then after 60 minutes and after 80 minutes, എന്തായിരിക്കും റിസൾട്ട്? മാത്സ് പഠിക്കണോണ്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഫോർമുലയിലൂടെ ഓരോ സ്റ്റെപ്പത്തതും ഇങ്ങനെ കണ്ടെത്താൻ പറ്റും അല്ലേ? ഇനി ഇല്ലെങ്കിൽ ചിത്രം വരച്ചിട്ട് നോക്കിയാൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക? 60 മിനിറ്റ് കഴിയുമ്പോൾ
എത്ര ഇന്റർമീഡിയറ്റ് ഉണ്ടാവും? എത്ര ഉണ്ടാവും? വേഗം നോക്കി പറയടോ. യെസ്, ഓൺലി 2. 2 ഇന്റർമീഡിയറ്റിനെ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ എത്ര ലൈറ്റ് ഉണ്ടാവും? ഇതിന്ന് ഒരു ലൈറ്റ് ഉണ്ടാവും, ഇതിന്ന് 2 ലൈറ്റ് ഉണ്ടാവും, ഇതിന്ന് വീണ്ടും 2 ലൈറ്റ് ഉണ്ടാവും, ഇതിന്ന് ഒരു ലൈറ്റ് ഉണ്ടാവും. അങ്ങനെ 6 ലൈറ്റ് DNA-യും 2 ഇന്റർമീഡിയറ്റും. ഇനി 80 മിനിറ്റ്സ് കഴിയുമ്പോഴോ അപ്പോഴും എത്ര ഇന്റർമീഡിയറ്റ് ഉണ്ടാവുക? Again 2 intermediate, but the number of light increases. So from this they very clearly proved that the replication is semi-conservative. Then it is again proved by another scientist in 1958 itself, and it was Taylor. Taylor proved this in a plant known as Vicia faba or faba bean. Faba bean എന്ന് പറയുന്ന വിഷ്യ ഫാബ എന്ന പ്ലാന്റില് ടെയ്ലറും ഇതേ വർഷം തന്നെ ഇത് പ്രൂവ് ചെയ്തു. ബൈ യൂസിങ് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. വിഷ്യ ഫാബയിൽ ടൈലർ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തത്? ഇതിലെ തൈമിനെ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റി. സാധാ ടൈമിന് പകരം റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ റെപ്ലിക്കേഷൻ നടത്തിയപ്പോഴും ഇതുപോലെ ഒരു സ്ട്രാൻഡ് എപ്പോഴും പാരന്റൽ സ്ട്രാൻഡായിട്ട് നിലനിൽക്കും എന്ന് ടൈലറും കണ്ടെത്തി. സോ ദിസ് ഈസ് അബൌട്ട് ദി semi-conservative replication and the first property of the DNA, that is replication. Due to this power, DNA can act as the genetic material. Clear ആയില്ലേ? Yes, okay, thank you.